ശരി, ശ്രീ വി വസീഫ്, ഇവിടെ ഷാഫി ചാലിയ പറഞ്ഞ കുറേ കാര്യങ്ങൾ താങ്കൾ കേട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഈ കോഴിക്കോട് മോഡലാണ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്താൻ പോകുന്നത്. അതിൻ്റെ വിസ്തൃതമായ രൂപമാണ്, അതിൻ്റെ പരീക്ഷണമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷൻ നിങ്ങൾ ഭരണം നിലനിർത്തിയതിലൂടെ കണ്ടത് എന്ന് ഷാഫി ചാലിയം പറയുന്നു. കൂടാതെ ഈ SDP വോട്ട് വേണോ വേണ്ടയോ എന്ന കാര്യത്തിൽ കൃത്യതയോടെ ഒരു മറുപടി പറയാൻ പിണറായിയോ MA ബേബിയോ MV ഗോവിന്ദനോ ഒന്നും തയ്യാറാകാത്തത് എന്തുകൊണ്ട്? ശ്രീ വേണു, ഇവിടെ ഷാഫി ചാലിയും പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് ഭാഗമേ ഞാൻ കേട്ടുള്ളൂ. നിങ്ങളിപ്പോൾ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞപ്പോൾ കുറച്ച് കാര്യം അതിൽ നിന്ന് മനസ്സിലായി. ഞാൻ അദ്ദേഹത്തെ കേൾക്കാൻ തുടങ്ങുന്നത് സെൻകുമാറിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്. ഈ സെൻകുമാർ ആരുടെ സുഹൃത്തായിരുന്നു? ഇവരുടെ സൃഷ്ടിയല്ലേ. ആ സെൻകുമാറിനെയാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. അതവിടെ ഇരിക്കട്ടെ. സെൻകുമാറിന് വേണ്ടി വാദോരാതെ വാദിച്ചവരാണ് ഇവർ. അത് അവിടെ ഇരിക്കട്ടെ. ഇങ്ങനെ ഇവരുടെ ഡീലിനെ കുറിച്ചൊക്കെ പറയാൻ മെനക്കെടുകയാണെങ്കിൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കോഴിക്കോട് മോഡൽ എന്നാ പറയുന്നത്. ഷാഫിക്ക, കോഴിക്കോട് പൊറ്റമ്മലിൽ BJP ജയിച്ചു. BJP ജയിച്ചപ്പോൾ നിങ്ങളുടെ UDFന്റെ വോട്ട് ഇവിടെ പോയി. ഞങ്ങളുടെ ഡീലിമിറ്റേഷന്റെ ഭാഗമായിട്ട് വോട്ട് പോയതാ. എത്ര വാർഡിന്റെ കണക്ക് ഞാനിപ്പോൾ നിങ്ങൾക്ക് തരണം? ഇതുപോലെ കോൺഗ്രസിന്റെ വോട്ട് കൂട്ടത്തോടെ BJPക്ക് കൊണ്ടുപോയി കൊടുത്തത്, എന്നിട്ട് അത് ഡീലിമിറ്റേഷന്റെ ഭാഗമാണെന്ന് പറയാം. എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെറുതെ അപഹാസ്യരാവരുത്. നിങ്ങൾ പരസ്യമായിട്ട് അറിയുന്നതല്ലേ. ഇനി അത് പോട്ടെ, പുകമറ സൃഷ്ടിച്ച് നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് മറ്റത്തൊരു പഞ്ചായത്തുണ്ടല്ലോ, തൃശ്ശൂർ മോഡൽ ലോകസഭയിലേക്ക് പോയത് നമുക്ക് ഓർമ്മയുണ്ട്. 1 ലക്ഷത്തിനടുത്ത് വോട്ടാണ് K മുരളീധരന് അവിടെ കുറഞ്ഞത്. ആ K മുരളീധരനെ വടകരയിൽ നിന്ന് തൃശ്ശൂരിൽ കൊണ്ടുപോയി പരാജയപ്പെടുത്തി. അതിനുശേഷം DCC ഓഫീസിൽ നടന്ന വലിയ സംഘർഷം, വലിയ അടി, പരസ്യ തല്ല് നമ്മൾ കണ്ടതല്ലേ. ഈ കേരളം ചർച്ച ചെയ്തതല്ലേ. എന്നിട്ട് DCC ഭാരവാഹികളെ മാറ്റിയത് മറന്നുപോയോ നിങ്ങൾ ആരോടാണ് ഇങ്ങനെ പറഞ്ഞ് നാണം കെടുന്നത്? അതിനുശേഷം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞില്ലേ. ഈ നിമിഷവും തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂർ എന്ന് പറയുന്ന പഞ്ചായത്തിൽ ആരാണ് ഭരിക്കുന്നത്? പറയാൻ പറ്റുമോ ഷാഫിക്ക? നിങ്ങൾ സത്യത്തിൽ ഇവരെ ന്യായീകരിക്കാൻ വിധിക്കപ്പെട്ടത് കൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇടതുപക്ഷ ജയിച്ചത്. ഞങ്ങൾക്ക് 10 സീറ്റാ. UDFന് കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചവർ 8, BJP 4. ഭരിക്കുന്നത് ആരാ? പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായി നിങ്ങൾ കൂട്ടിയോജിപ്പിച്ച് ഭരിക്കുന്നത് ആരൊക്കെ തമ്മിലാ? BJPയും കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച കോൺഗ്രസും ഒരുമിച്ച് ഭരിക്കുക. താമരയും കൈപ്പത്തിയും ബായ്. ഒരു നാണവും നിങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ, ഒരു പ്രയാസവും നിങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ. അപ്പുറത്ത് മാളയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ആരാ? കൊടുങ്ങല്ലൂർ മണ്ഡലമാണ്, BJPക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡല. അവിടെയാണ് ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി BJPക്കാരൻ ഷാൾ അണിയിക്കുന്ന ചിത്രം നമ്മൾ കണ്ടത്. മാളയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ചെയർമാനായി വീതം വെക്കുക. ഇപ്പോഴും അവർ തന്നെയല്ലേ ചെയർമാൻമാർ? ഈ 2 സ്ഥലത്തും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. DYFയുടെയും CPMന്റെയും ഇടതുപക്ഷത്തിന്റെയും ഒക്കെ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. നിങ്ങൾ ഉണ്ടെങ്കിൽ വാ, അല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്ക്. ഇനി അപ്പുറത്ത് കോട്ടയത്തെ കുമരകത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 8 സീറ്റിൽ ഇടതുപക്ഷം ജയിച്ചു. 5 സീറ്റിലാ UDF, 3 സീറ്റിലാ BJP. താമര ചിഹ്നം. എങ്ങനെയാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്? ഈ BJPയും കോൺഗ്രസും ഒരുമിച്ച് മത്സരിച്ചു. അങ്ങനെ ടൈയായി, 8-8 ടോസ് ഇട്ടു. അവർ പഞ്ചായത്ത് പ്രസിഡന്റായി. എന്നിട്ടൊരു നാണവുമില്ലാതെ, ഒരു ഉളുപ്പുമില്ലാതെ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ നേരെ ഇങ്ങനെ ഡീൽ ആരോപണം പറയാ. അല്പമെങ്കിലും നാണം വേണ്ടേ? ഈ കോൺഗ്രസിനെ എങ്ങനെയാ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുക? ഇത് ഇവിടത്തെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മുടെ മുമ്പിലുള്ള ജീവിക്കുന്ന തെളിവ്. ഈ നിമിഷവും നിങ്ങൾ വന്നാൽ ഞാൻ തൊട്ട് കാണിച്ചു തരാം BJPയുടെയും കോൺഗ്രസിന്റെയും ഒരുമിച്ചുള്ള പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെയും. എന്നിട്ടും നിങ്ങൾക്കൊരു പ്രയാസം തോന്നുന്നില്ലേ? എങ്ങനെയാ ഇവര് ഈ ഡീൽ എന്ന് പറഞ്ഞ് ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? പിന്നെ ഇവർ പറയുന്നത് പാലക്കാട് ഒരു മുസ്ലിം പേരുള്ള NMR റസാഖ് സ്ഥാനാർത്ഥിയായത് മോശമാണോ? എന്തേ ഞങ്ങൾക്ക് പാലക്കാട് ജയിക്കാൻ പറ്റില്ല എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? യഥാർത്ഥത്തിൽ ആരാണ് പാലക്കാട് ഡീൽ ഉണ്ടാക്കുന്നത്? പാലക്കാട്ടുകാർ ആഗ്രഹിക്കാത്ത, പാലക്കാട്ടെ കോൺഗ്രസും UDFും ഇഷ്ടപ്പെടാത്ത സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പിൽ അവിടെ കെട്ടി ഇറക്കുകയല്ലേ ചെയ്യുന്നത്. ആ സാഹചര്യത്തിൽ പാലക്കാടിന്റെ പൊതുസമൂഹം അംഗീകരിക്കുന്ന, എല്ലാവരാലും സ്വീകാര്യനായ,
എല്ലാവർക്കും വോട്ട് ചെയ്യാൻ തോന്നുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഒരു പൊതു സ്വതന്ത്രനായി ഞങ്ങൾ അവതരിപ്പിച്ചപ്പോ നിങ്ങൾക്ക് വല്ലാതെ അസ്വസ്ഥമാകുന്നുണ്ടല്ലേ? വസീഫ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം വരെ വിശദീകരിച്ചതാണ്. ഇപ്പൊ സാഹചര്യം മാറിയിരിക്കുന്നു. ഇന്നിപ്പോ രമേശ് ചെന്നിത്തല പറയുന്നത് CPM SDPI ഡീലാണ്. അതിന് മങ്കടയും വേങ്ങരയും തന്നെ അവർ ചൂണ്ടിക്കാട്ടുകയുമാണ്. ഇനി അതിനുള്ള മറുപടി വസീഫ്. വേണു, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇത് പറഞ്ഞ് പൂർത്തീകരിച്ചില്ല. ഇവരുടെ ഒരു സ്ഥിരം സ്വഭാവം എന്താന്ന് വെച്ചാൽ കള്ളൻ എന്ന് പറഞ്ഞിട്ട് പുറകിൽ ഓടുന്ന പരിപാടിയാണ്. യഥാർത്ഥത്തിൽ കള്ളൻ ആരാ? വേണുചേട്ടൻ അറിയാലോ, ഈ കോഴിക്കോട് നഗരസഭ അവിടെ നിന്നാണല്ലോ തുടങ്ങിയത്. ഈ ഷാഫി ചാലിയത്തിന്റെ തൊട്ടടുത്ത് ഫറൂഖിൽ, ചെറുവണ്ണൂരിൽ ഇവരുടെ പാനലിൽ മത്സരിച്ചത് ആരാ? ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥി. മതരാഷ്ട്രവാദം അവർക്കില്ല എന്ന് പറഞ്ഞത് VD സതീശനാ. PMA സലാം പറഞ്ഞു EK സുന്നിയും ജമാഅത്തെ ഇസ്ലാമിയും ഒരുപോലെയാണ്, ഒരു പ്രശ്നമില്ല എന്ന് കേട്ടതല്ലേ നമ്മള്? ഈ ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ UDFന്റെ ബ്രെയിൻ. UDFന്റെ ബ്രെയിനായി പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, ഇവരുടെ സഖ്യകക്ഷിയായി ജമാഅത്തെ ഇസ്ലാമി. എന്നാൽ ഇതേ ജമാഅത്തെ ഇസ്ലാമിയെ ഇവരുടെ സ്ഥാനാർത്ഥി KM ഷാജി പറഞ്ഞിരുന്നത് എന്താ? ISISനോടാണ് ജമാഅത്തെ ഇസ്ലാമി ഉപമിച്ചത്. വീഡിയോ വേണേ ഞാൻ ഇപ്പൊ അയച്ചുതരാം വേണു സാറിന്. ISISനോട്, ഇസ്ലാമിക് സ്റ്റേറ്റിനോട് ജമാഅത്തെ ഇസ്ലാമിയെ ഉപമിച്ച KM ഷാജിയാണ് ഇന്ന് വേങ്ങരയിലെ സ്ഥാനാർത്ഥി. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൽ ഏറ്റവും തീവ്രമായി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിലപാടെടുത്ത മറ്റൊരു മനുഷ്യനാണ് MK മുനീർ. വ്യത്യാസം ഒന്നേ ഉള്ളൂ, MK മുനീർ നിലപാട് മാറ്റിയിട്ടില്ല. എന്നാൽ KM ഷാജി കഴിഞ്ഞ ദിവസം ഉരുണ്ട് കളിച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായി നിലപാടെടുത്തു. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായി നിലപാടെടുക്കുന്ന KM ഷാജിക്ക് മുന്തിയ പരിഗണന കൊടുക്കുക മുസ്ലിം ലീഗ്. എന്നാൽ ഈ MK മുനീറിനെ അറിയുന്ന സകല മനുഷ്യർക്കും അറിയാം, MK മുനീർ കോഴിക്കോട് സൗത്തിലോ കൊടുവള്ളിയിലോ മത്സരിക്കാൻ താല്പര്യപൂർവ്വം നിന്ന മനുഷ്യനാണ് എന്ന്. ഒരു പ്രയാസവും ഒരു പ്രതിസന്ധിയും അദ്ദേഹത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു.